Hi friends, and welcome back to our channel Rhythm of Life with Adi. അപ്പോൾ എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. ഞാനിവിടെ സുഖമായിട്ടിരിക്കുന്നു. ഇപ്പം നിങ്ങൾ വിചാരിക്കുന്നുണ്ടായിരിക്കും ഇതെന്താണ് കാർ വെച്ചൊക്കെ ഉള്ള ഒരു ഇൻട്രോ എന്നല്ലേ? നമ്മളൊരു യാത്ര പോവുകയാണ്. ഒത്തിരി നാളായില്ലേ ഒരു ട്രാവലിംഗ് വ്ലോഗ് ഒക്കെ ചെയ്തിട്ട്. അപ്പോൾ ഇന്നൊരു യാത്രയാകാമെന്ന് തന്നെ വിചാരിച്ചു. അപ്പോൾ ഈ യാത്ര എങ്ങോട്ടാണെന്നുള്ളത് സസ്പെൻസ് ആണ്. അപ്പോൾ നമുക്കിനി അവിടെ വെച്ച് കാണാം. ഫ്രണ്ട്സ്, ഇപ്പം നിങ്ങൾക്ക് മനസ്സിലായോ ഞാൻ എവിടെയാണ് നിൽക്കുന്നതെന്ന്? ഇപ്പോഴും നിങ്ങൾക്ക് മനസ്സിലായിട്ടില്ല. ഇനി ഞാൻ കാണിക്കുന്ന ഒരു വ്യൂ കണ്ടിട്ട് നിങ്ങൾ പറയും ഞാൻ എവിടെയാണ് നിൽക്കുന്നതെന്ന്. അങ്ങോട്ടേക്കൊന്ന് നോക്കിക്കേ, കണ്ടോ അതെന്താ കിടക്കുന്നതെന്ന്? അതാണ് സീ പ്ലെയിൻ. ഇന്ത്യയിലെ ആദ്യത്തെ സീ പ്ലെയിൻ റൂട്ടാണ് നമ്മുടെ അഹമ്മദാബാദിലുള്ളത്. ഇത് റിവർ ഫ്രണ്ടിൽ നിന്നും സ്റ്റാച്യു ഓഫ് യൂണിറ്റി വരെയുള്ള ഒരു സർവീസാണ് ഇവിടെ നടത്തുന്നത്. ഒരു 17ഓളം റൂട്ട് സർവീസ് നമ്മുടെ ഇന്ത്യയിൽ പദ്ധതി ഇട്ടിട്ടുണ്ടെങ്കിലും ആദ്യത്തെ റൂട്ട് സർവീസ് ഇനാഗ്രേറ്റ് ചെയ്തത് ഇവിടെയായിരുന്നു. അപ്പോൾ ഇന്നലെയാണ് ഇതിൻ്റെ ഇനാഗ്രേഷൻ നടന്നത്. നമ്മുടെ ഓണറബിൾ പ്രൈം മിനിസ്റ്റർ മോദിജിയാണ് ഇത് ഇനാഗ്രേറ്റ് ചെയ്തത്. ഇതൊരു ഇന്ത്യയിലെ തന്നെ ആദ്യത്തെ ഒരു സംഭവമല്ലേ ഇത്. നമ്മുടെ അഹമ്മദാബാദിൽ വന്നിട്ട് അഹമ്മദാബാദിൽ താമസിക്കുന്ന നമ്മളിത് കണ്ടില്ലെങ്കിൽ വളരെ മോശമല്ലേ? അപ്പോൾ ഇന്നലെ ആയിരുന്നു ഇതിൻ്റെ ഇനാഗ്രേഷൻ. നമുക്ക് വളരെ വരാൻ സാധിച്ചില്ല. കാരണം മറ്റൊന്നുമല്ല, നമ്മുടെ സേഫ്റ്റി മാനിച്ചാണ് നമ്മൾ വരാതിരുന്നത്. കാരണം ഒന്നാമത്തെ ഒരുപാട് ആളുകൾ ഗ്യാദർ ചെയ്ത ഒരു സ്ഥലമായിരുന്നു ഇന്നലെ ഇവിടെ. അതുകൊണ്ട് തന്നെ നമുക്ക് പെട്ടെന്ന് എന്താ പറയുക, കുഞ്ഞുമാവയൊക്കെ ഉള്ളതല്ലേ, അതുകൊണ്ടാണ് നമ്മൾ ഇന്നലെ വരാതിരുന്നത്. പക്ഷേ ഇന്നിപ്പോൾ നിങ്ങളെ ഇത് കാണിച്ചിട്ടേ ഉള്ളൂ കാര്യമെന്ന് കരുതി നമ്മൾ എല്ലാ പ്രിക്കോഷൻസും എടുത്തുകൊണ്ട് വന്നതാണ്. ഇതാ മാസ്ക് കൊണ്ട് കയ്യിൽ. ഇവിടെ അടുത്തൊന്നും ആൾക്കാരില്ലാത്തത് കൊണ്ടാണ് നമ്മൾ മാസ്ക് ഊരിയൊക്കെ ചെയ്തത് കേട്ടോ. അപ്പോൾ അതേ നോക്കി, ഇതാണ് റിവർ ഫ്രണ്ട്, സബർമതി നദിയാണിത്. ഇത് നമ്മുടെ അഹമ്മദാബാദിൻ്റെ മെയിൻ അട്രാക്ഷനായ റിവർ ഫ്രണ്ട് സൈഡാണ്. ഇവിടെയാണ് നമ്മുടെ സീ പ്ലെയിന് സർവീസ് ആരംഭിച്ചിരിക്കുന്നത്. അപ്പുറത്തെ സൈഡായിട്ടാണ്, നമുക്ക് അങ്ങോട്ട് പോകാൻ പറ്റില്ല. അപ്പോൾ ഇവിടെ നിന്ന് എന്നാലും സൂം ചെയ്ത് കാണിക്കാം കേട്ടോ. അതെ, അതാണ് ഇപ്പോൾ ഒരു സീ പ്ലെയിൻ അവിടെ കിടപ്പുണ്ട്. ഇതിന് ഒരു ദിവസം ഒരു 8 പ്രാവശ്യമാണ്, 8 times ആണ്, പ്രതിദിനം ഒരു 8 പ്രാവശ്യമാണ് ഇത് സർവീസ് നടത്തുന്നത്. സ്റ്റാച്യു ഓഫ് യൂണിറ്റി വരെയാണ് ഇതിൻ്റെ സ്റ്റാച്യു ഓഫ് യൂണിറ്റി നർമ്മദ ഡിസ്ട്രിക്റ്റിലാണ് കേട്ടോ. ഇവിടുന്ന് ഒരു 4-5 മണിക്കൂർ എടുക്കും അവിടെ വരെ നമ്മൾ റോഡ് ട്രാൻസ്പോർട്ടേഷൻ നടത്തുകയാണെന്നുണ്ടെങ്കിൽ. പക്ഷേ ഇത് സീ പ്ലെയിൻ യൂസ് ചെയ്യുകയാണെങ്കിൽ ഒരു 45 മിനിറ്റ്സിനുള്ളിൽ തന്നെ നമ്മൾ അവിടേക്ക് എത്തുന്നതായിരിക്കും. സോ ഫ്രണ്ട്സ്, നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നുണ്ടായിരിക്കും അവിടെ ഒരു ബ്രിഡ്ജ് കാണുന്നുണ്ട്. അവിടെ ഒരു റെഡ് കളർ കാണുന്നില്ലേ? അവിടെ മുതൽ നോക്കൂ, ഈ ഒരു ഭാഗം കണ്ടോ, അവിടെ ഒരു ബ്രിഡ്ജ് ഉണ്ട്. ആ ബ്രിഡ്ജിൻ്റെ അവിടെ ഒരു റെഡ് മാർക്ക് കാണുന്നുണ്ട്. അവിടുന്ന് മുതൽ ഈ ഒരു ബ്രിഡ്ജിൻ്റെ ഈ റെഡ് ലൈൻ ഇത്രയുമാണ് ഇതിൻ്റെ ഒരു റൺവേ എന്ന് പറയുന്നത്. ഇതിൻ്റെ ഇടയ്ക്കെല്ലാം ഇങ്ങനെ റെഡ് മാർക്ക് ചെയ്തിട്ടുണ്ട്. ഇതൊക്കെ ഇതിൻ്റെ റൺവേ ആണ്. അപ്പോൾ ഇപ്പോൾ ഒരു സ്പൈസ് ജെറ്റ് റെഡി ആയിട്ട് കിടപ്പുണ്ട് അവിടേക്ക് പോകാനായിട്ട്. ഇപ്പോൾ ആളുകൾ ഇപ്പോൾ ഒരു കാര്യം പറയാൻ മറന്നു പോയല്ലോ. ഇതിൻ്റെ ചാർജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരാൾക്ക് 4800 രൂപയാണ് കേട്ടോ. 4800 രൂപയ്ക്ക് എനിക്ക് നാട്ടിൽ വരെ ഒന്ന് പോയിട്ട് വരാം, കേരളത്തിൽ വരെ. സാരമില്ല, എന്ന് പറഞ്ഞാലും ഇതൊക്കെ ഒരു ആദ്യം ആകുമ്പം റേറ്റ് ഇച്ചിരി കൂടുതലായിരിക്കും. എന്നാലും പിന്നെ അത് കുറഞ്ഞു വരുമെന്നാണ് തോന്നുന്നത്. സോ ഫ്രണ്ട്സ്, അഹമ്മദാബാദിൻ്റെ വൺ ഓഫ് ദ മെയിൻ അട്രാക്ഷൻ എന്ന് പറയുന്നത് ഈ റിവർ ഫ്രണ്ട് ആണ്. ഈ റിവർ ഫ്രണ്ട് നിങ്ങൾ നന്നായിട്ടൊന്ന് വിശദമാക്കി കാണിക്കണമെന്നൊക്കെ ഉണ്ട്. പക്ഷേ കൊറോണ ആയത് കാരണം ഒരു പബ്ലിക് പ്ലേസ് ആയതുകൊണ്ട് തന്നെ ഒരുപാട് പേര് ഗ്യാദർ ചെയ്യുന്ന ഒരു സ്ഥലമാണ് ഇവിടെ. അതുകൊണ്ട് തന്നെ നമുക്ക് എപ്പോഴും ഇവിടെ വന്ന് നിൽക്കാൻ ഈ ഒരു സാഹചര്യത്തിൽ പറ്റില്ല. അതുകൊണ്ടാണ് നമ്മളത് കാണിക്കാത്തത്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ റിവർ ഫ്രണ്ട് ആണ് അഹമ്മദാബാദിൻ്റെ ഏറ്റവും മെയിൻ അട്രാക്ഷൻ. ഇപ്പോൾ ഈ ഒരു സീ പ്ലെയിനും കൂടെ വന്നപ്പം കൂടുതൽ അട്രാക്റ്റീവ് ആയിട്ടുണ്ട്. ടൂറിസ്റ്റുകളെയൊക്കെ കൂടുതൽ അട്രാക്റ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു പദ്ധതിയാണ് മോദിജി ഇവിടെ നടപ്പിലാക്കിയിരിക്കുന്നത്. പിന്നെന്താ, പിന്നെ ഒരു കാര്യം, ഞാൻ മാസ്ക് ഒക്കെ യൂസ് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഇപ്പം വീഡിയോയ്ക്ക് വേണ്ടി മാത്രമാണ് മാസ്ക് മാറ്റിയത്. അതുപോലെ തന്നെ സാനിറ്റൈസർ കയ്യിലുണ്ട്. ഓരോ ഇടവിട്ട് നമ്മൾ കൈയൊക്കെ സാനിറ്റൈസ് ചെയ്യുന്നുണ്ട്, മാസ്ക് യൂസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നിങ്ങളാണെങ്കിലും പുറത്ത് പോകുമ്പോഴും എല്ലാം കൈ സാനിറ്റൈസ് ചെയ്യുക. അതുപോലെ തന്നെ മാസ്ക് യൂസ് ചെയ്യുക. ഇവിടെ ഇപ്പോൾ ഇത്രയും ചുറ്റുപരിധിയിൽ വേറെ ആരും ഇല്ലാത്തത് കൊണ്ടൊക്കെയാണ് ഞാൻ മാസ്ക് മാറ്റിയത്. പക്ഷെ നിങ്ങൾ അങ്ങനെ ചെയ്യരുത് കേട്ടോ. അങ്ങനെ ചെയ്യില്ലെന്നറിയാം. സോ ഫ്രണ്ട്സ്, ഇന്നത്തെ വീഡിയോ
നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ തീർച്ചയായും വീഡിയോയ്ക്ക് ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ എൻ്റെ ചാനൽ സപ്പോർട്ട് ചെയ്യുക. സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ അതിൻ്റെ തൊട്ടടുത്ത് കാണുന്ന ആ ബെല്ലൈക്കൻ കൂടി ഒന്ന് പ്രസ് ചെയ്ത് ഓൾ എന്ന ഓപ്ഷൻ സെലക്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ ഫ്യൂച്ചറിൽ വരുന്ന വീഡിയോസിൻ്റെ ഒക്കെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് അപ്പോൾ തന്നെ ലഭിക്കുന്നതായിരിക്കും. ഇനി അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുന്നതായിരിക്കും. ടേക്ക് കെയർ.